പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന വലിയ സവിശേഷമായ കാര്യമാണ്. ലോകത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള അന്തരത്തെപ്പറ്റി യേശു പറയുകയാണ്. തമ്പുരാൻ പറയുന്നത് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല. കർത്താവ് തുടരുകയാണ്, ഒരു വാണിംഗ് പോലെ പറയാണ്, കൃപയുടെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. മറ്റു വാക്യം പറഞ്ഞാൽ കർത്താവ് നമുക്ക് തരുന്ന താക്കീതാണ്. ജീവിതത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണുന്ന കാഴ്ചപ്പാടനുസരിച്ചല്ല, മറിച്ച് എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ലോകവസ്തുക്കളിൽ നിന്നും അകലുന്ന അവസ്ഥ. ലോകവസ്തുക്കളും സമ്പത്തൊക്കെ ആവശ്യമാണ്, പക്ഷെ അത് ദൈവങ്ങളായി മാറരുത്. അപ്പോൾ നമ്മൾ ഈ സമ്പത്തിനോടും ലോകത്തിൻ്റെതായ അവസ്ഥയോടും നമ്മളൊരു ഡിറ്റാച്ച്മെൻ്റ് ആകുമ്പോഴാണ് ദൈവത്തോട് അറ്റാച്ച്മെൻ്റ് ആകാൻ സാധിക്കുക. അസീസിലെ ഫ്രാൻസിസ് വലിയ ധനാടിൻ്റെ മകനായിരുന്നു. ആ അവസ്ഥയിൽ ഫ്രാൻസിസിനൊന്നും സന്തോഷിക്കാൻ പറ്റിയില്ല. മറിച്ച് എല്ലാം ഉപേക്ഷിച്ചപ്പോൾ ദൈവത്തെ തൻ്റെ വലിയ സമ്പത്തായി കാണുവാൻ ഫ്രാൻസിസ് അസീസിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പറഞ്ഞത്, എൻ്റെ ദൈവമേ എൻ്റെ സർവ്വസമേ ആണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ആരാണ് സമ്പത്ത്? എൻ്റെ ജീവിതത്തിൽ ആരാണ് സർവസ്വമാകുന്നത്? ദൈവമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെതായ എല്ലാം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് ദൈവം സർവമായി കാണുവാൻ തടസ്സം നിൽക്കുന്നെങ്കിൽ അത് മാറ്റുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഇത് വാഗ്ദത്ത പേടകം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ സമ്പത്തായി കാണുവാൻ തടസ്സം നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഒത്തിരി കാര്യങ്ങളിലെ അത് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കും. ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവമനോഭാവത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങൾക്ക് ശക്തി തരട്ടെ. ഈശ്വര ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.